RRB JEE പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, റീസണിങ് സെക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒരാൾ എ മാൻ സ്റ്റാർട്ടഡ് ഫ്രം എ പ്ലേസ് ആഫ്റ്റർ വാക്കിംഗ് 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഹി ടേൺസ് ലെഫ്റ്റിലോട്ട് പോയി. എന്നിട്ടൊരു 0.5 കിലോമീറ്റർ യാത്ര ചെയ്തതിനു ശേഷം ഹി അഗെയിൻസ് ടേൺസ് ലെഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാള് ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു, 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഇതൊരു 1 കിലോമീറ്റർ യാത്ര ചെയ്തു. ഈ ഡിസ്റ്റൻസ് ആണ് 1 കിലോമീറ്റർ. ഹി ടേൺസ് ലെഫ്റ്റ് സൈഡിലോട്ട് 0.5 കിലോമീറ്റർ യാത്ര ചെയ്തു. ദെൻ വാക്കിംഗ് ഫോർ എ ഹാഫ് കിലോമീറ്റർ ഹി ടേൺസ് ദ ടേൺ ലെഫ്റ്റ്. പിന്നെ ഒരു ടേൺ ലെഫ്റ്റ് എടുത്തു. അപ്പോൾ ഈസ്റ്റ് വേർഡിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡയറക്ഷൻ ഡിഡ് ഹി സ്റ്റാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലോട്ടാണ് അദ്ദേഹം തുടങ്ങിയത്? ഏത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടാണ് തുടങ്ങിയത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇൻ ദ ഗിവൺ ഫിഗർ ദ സർക്കിൾ റെപ്രസെന്റ് റൈറ്റേഴ്സ്. സർക്കിൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റൈറ്റേഴ്സ്. ട്രയാങ്കിൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? എഞ്ചിനീയേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സ്ക്വയർ റെപ്രസെന്റ് ഡാൻസേഴ്സ്. വിച്ച് റീജിയൻ റെപ്രസെന്റ് റൈറ്റേഴ്സ് ആൻഡ് ഡാൻസേഴ്സ് ബട്ട് നോട്ട് ഓൺ എഞ്ചിനീയേഴ്സ്? ഏത് റീജിയൻ ആണ് റൈറ്റേഴ്സും ഡാൻസേഴ്സും ബട്ട് നോട്ട് ഓൺ എഞ്ചിനീയേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഇവർ രണ്ടുപേരും കൂടെ ഉള്ള റീജിയൻ ഏതാണ്? ഡി ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബാക്കി ഈ ട്രയാങ്കിൾ വരാൻ പാടില്ല. അപ്പൊ ഡി അല്ല വരത്തുള്ളൂ, രണ്ടും കൂടെ ഒന്നിച്ച് വരുന്നത്. ബട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഡി ആണ് വരുന്നത്. ഡി. താഴെ പറയുന്നതിൽ ഓഡ് വൺസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലെറ്റേഴ്സിന് കറസ്പോണ്ടിങ് നമ്പേഴ്സിന്റെ സം എടുക്കാം. എ പി ക്യൂ എന്ന് പറയുമ്പോൾ 1 പ്ലസ് പി. പി എത്രയാണ്? 16 പ്ലസ് ക്യൂ. ക്യൂ എത്രയാണ്? പി ക്യൂ 17 അല്ലേ? 17. അപ്പം 18 പ്ലസ് 16 34 വരുന്നത്. എൽ സി ഐയുടെ സം എത്രയാണ്? എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12, സി 3, ഐ 9. കിട്ടും 24 എന്ന് കിട്ടും. ബി ജെ ബിയുടെയോ? ബി എന്ന് പറയുന്നത് എത്രയാണ്? ബി 2, ജെ എത്രയാണ്? ജെ 10, വി എത്രയാണ്? 22. 34 ടോട്ടൽ വരുന്നത്. ഡി ടി ജെയുടെ എങ്ങനെയാണ്? 4, 20, ജെ 10, 34. സോ നമുക്ക് ഇവിടെ ഓഡ് 1 വരുന്നത് 24 സം വരുന്നതാണ്. എൽ സി ഐ ആണ് ഇവിടെ വരുന്നത്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ? തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടോ? 1, 2. ഈ വലിയ ഔട്ടർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ 1, 2 പ്ലസ് ഈ ഒരു ഷേപ്പിൽ വരുന്നിരിക്കുന്ന ഒരു ഫിഗർ ഉണ്ട്. അപ്പൊ 3 ആയി. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കാണാം. ഇവിടെയും അതേ ഷേപ്പിൽ ഒരെണ്ണം വരുന്നുണ്ട്. അതും ഇപ്പൊ 3 പ്ലസ് 3 ആയി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഫിഗർ എവിടെ കാണാം? ഈ ഒരു ട്രയാങ്കിളിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇവിടെയും കാണുന്നുണ്ട്. അപ്പൊ 3 പ്ലസ് 3 പ്ലസ് 3 ആയി. ഓക്കെ, അപ്പൊ 3 9, 3 12 ആയി.
കംപ്ലീറ്റ് ദ സീരീസ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും എ ഇങ്ങനെ പോവുകയാണ് അല്ലേ, എ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അടുത്തതും ഇവിടെ എ ആണ്, പക്ഷെ നമുക്ക് ഇവിടെയുള്ളതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കഴിഞ്ഞാൽ കെ വരും അല്ലേ, കെ വരും. രണ്ട് സീരീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്കൊരു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ബെസ്റ്റ് റീപ്ലേസസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 5 into 6 5 into 6 എടുത്ത് നോക്കാം. 5 into 6 എത്ര കിട്ടും? 5 into 6 30 ആണ് അല്ലേ. 5 into 6 30 ആണ്. 30 മൈനസ് 5 into 6 30. 30 മൈനസ് ഇതിന്റെ എല്ലാം കൂടെ സമ്മ് എത്രയാണ്? 12. എത്ര കിട്ടും? 18 കിട്ടും. അതുപോലെ ഇവിടെയോ 8 56. 56 മൈനസ് ഇതിന്റെ മൂന്നിന്റെയും കൂടെ സമ്മ 8 2 10 17. എത്ര കിട്ടും? 39 കിട്ടും. ഓപ്ഷൻ എ കിട്ടും. ഇവിടെ 9 5 9 45 4 49 മൈനസ് എത്രയാണ്? 27 ചെയ്യുക. 45 മൈനസ് എത്ര ചെയ്യണം? ഇതിന്റെ സമ്മ് 9 5 14 4 18. എത്ര കിട്ടും? 27 കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 3 of the following 4 alphabets and numerals have the same relationship between their elements as in the case of the pair of ROUT. ROUT ആണല്ലേ. ROUT equal to 5 4 8 7. Hence form a group. Which of the following does not belong to the group എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഓരോന്നിന്റെയും ആൽഫബറ്റിന്റെ നമ്പർ എഴുതാം. T 20 ആണ് അല്ലെ. T 20 ആണ്. U എത്രയാണ്? 21. അതുപോലെ തന്നെ ഓയുടെ എത്രയാണ്? O 15 ആണ്. R എന്ന് പറഞ്ഞാൽ 18 ആണ് അല്ലെ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എട്ടും 5ഉം 2ഉം 0 ആണ് വരുന്നത്. അവസാന ലെറ്ററിൽ എടുക്കുമ്പോൾ 8ഉം 5ഉം 1ഉം 0 ഒക്കെയാണ് വരുന്നത്. ഇപ്പൊ വേറെ ഏത് രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും? ഇപ്പം ROUT അല്ലേ. അപ്പൊ ROT എന്ത് വരും? 6 5 8 7. അത് ശരിയായിട്ട് വരുന്നുണ്ട്. TOR T എത്രയാണ്? T 7 O 4 5 745. അതും വരുന്നുണ്ട്. OUT 487. OUR 845 ആണ് വരേണ്ടത്. തെറ്റാണ്. OUR എന്ന് പറയുമ്പോൾ എന്ത് വരും? O എന്ന് പറയുന്നത് ഇവിടെ എത്ര? 4 ആണ്. 8 5. ഓക്കെ, അത് ശരിയായിട്ട് വരുന്നുണ്ട്. ROT എത്രയാണ് വരിക? 6 എന്ന് പറയുന്നത് 5 O 4 T 7 5 4 7 ആണ് വരേണ്ടത്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരാത്തത്. അടുത്തത് A എന്ന് പറയുന്നത് എന്താണ്? സൗത്ത് ഈസ്റ്റ് ഓഫ് സി എന്നാണ് പറഞ്ഞേക്കുന്നത്. സി ഇവിടെയാണെങ്കിൽ എ ഇവിടെയാണ്. B ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് സി. ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ്. ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് എ. ഓക്കെ, അപ്പം ബി ഏകദേശം ഇവിടെയോളം വരും അല്ലേ. B is to the northeast of A.
If D is to the north of A, D north ആണ്, and northwest of B, north west of B, അതായത് ഏകദേശം ഇവിടെയാണ്. Then what is the direction of C with respect to D? എത്രയാണ്? സൗത്ത് വെസ്റ്റ് ആണല്ലേ, സൗത്ത് വെസ്റ്റിലായിട്ടാണ് വരുന്നത്, സൗത്ത് വെസ്റ്റിലായിട്ടാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത്. കംപ്ലീറ്റ് ദ സീരീസ്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. 435 58 35 മൈനസ് ചെയ്താല് 23 ഇവിടെ 20 വരും ഡിഫറൻസ്, ഇവിടെ 17, ഇവിടെ എത്ര വരും 14, ഇവിടെ 11. 384 11 പോയാല് 373 വരിക. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. ഡിഫറൻസ് നോക്കിയാൽ മതി, അടുത്തടുത്ത സീരീസിന് ഡിഫറൻസ് നോക്കി ചെയ്താൽ മതി. Find the missing number in the following series. Following സീരീസിലെ മിസ്സിംഗ് നമ്പർ ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഡിഫറൻസ് 5, 9, ഇവിടെ എത്ര ആയിരിക്കും 13 ആയിരിക്കും. 15 + 13 28, ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇവിടെയോ 16 ആയിരിക്കും അല്ലെ, 16. 45 16 91 66 പോയി കഴിഞ്ഞാൽ 5 കിട്ടും. 8 6 പോയി എത്ര കിട്ടും? 2 കിട്ടും. 25 ആണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. 66 45 പോയി കഴിഞ്ഞാൽ 21 ആണ് വരുന്നത് ഇവിടെ ഡിഫറൻസ്. ഇവിടെ 21 വരുന്നു. അതിൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 16 വരുന്നു. സോ 28 2 10 14. ആ ഒരു രീതിയിലാണ് പോകുന്നത്. എത്ര? 5 4 9 4 13. ആ ഒരു രീതിയിൽ 4 സബ്സ്ട്രാക്ട് ചെയ്ത് പോകുക. അടുത്തത് 8 2 at 4 ഈക്വൽ ടു 12 ആണ്. എന്താണ്? 8 ഇവിടെ ഇൻറ്റു ആണ്. 8 × 2 ആണ് 16. 16 മൈനസ് 4 ആണ് എന്ത്? 12 എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ എന്ത് വരും? 5 × 4 മൈനസ് എത്ര കിട്ടും? 2 18 കിട്ടുന്നുണ്ടല്ലേ. ഇൻറ്റു മൈനസ് ആണ്. അപ്പൊ 4 × 8 മൈനസ് 3 32. 8 4 32 മൈനസ് 3 കിട്ടുമ്പോ എത്ര കിട്ടും? 29 കിട്ടും. ആൻസർ 29 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചൂസ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ്സ് ദ ഫിഗർ ദാറ്റ് ബെസ്റ്റ് കംപ്ലീറ്റ് ദ പാറ്റേൺ ഗിവൺ ബിലോ. അപ്പൊ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ഇതിങ്ങനെ പോണം. നമുക്ക് ഇതിങ്ങനെയും പോകേണ്ടണം പോണം അല്ലെ. അതുപോലെ ഇവിടെ ഇതിൻ്റെ അകത്തൊരു സ്ക്വയർ ആണ് വരുന്നത്. ഒരു സ്ക്വയർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ ഒരു ട്രയാങ്കിൾ ഔട്ട് പോകണം. ഓക്കെ. അതുപോലെ നമുക്ക് ഇവിടെയോ, ഇവിടെ ഇങ്ങനെ വരികയും വേണം. ഓക്കെ. നമുക്കിത് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഈ ഒരു ഫിഗർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എങ്ങനെയായിരിക്കും വരുന്നത്? തിരിച്ചായിരിക്കും അല്ലെ. ഇങ്ങനെ വരയ്ക്കാം, തിരിച്ചിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വരുന്ന സാധനം നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരണം. ഒരു ഫിഗർ ഇവിടെ ഇങ്ങനെ വരണം. ഇത്രയും ഈ രീതിയിൽ വരുന്നത് ഏത് ഫിഗർ ഉണ്ടെന്ന് നോക്കുക. ഇതെന്തായാലും വരില്ല. ഇവിടെ 2 വരയുണ്ട്, ഈ വര വരില്ല. ഇവിടെ നമുക്ക് പകുതി വരെ കാണിച്ചിട്ടുള്ളൂ. സോ ഇതും വരില്ല.
ഇവിടെ നമുക്ക് ഈ ഒരു പടം ഇവിടെ ഒട്ടുമില്ല, അപ്പൊ ഇതും വരില്ല. പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന എന്താണ്, ഇത് മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത്. അടുത്ത നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ഫ്രണ്ട്സ് ഉണ്ട്. നോർത്തിലേക്ക് നോക്കിയിരിക്കുന്ന 5 ഫ്രണ്ട്സ് ആണുള്ളത്. അത് കഴിഞ്ഞിട്ടോ എ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു ബി. എ എന്ന് പറയുന്നത് എന്താണ്, ബിക്ക് നെക്സ്റ്റ് ആയിട്ട് സിറ്റ് ചെയ്യുന്നു. എ എന്ന് പറയുന്നത് ബിക്ക് നെക്സ്റ്റ്. അത് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. സി ഈസ് ഓൺ ദ നമുക്കറിയാം എ ആൻഡ് സി ആർ സിറ്റിംഗ് ടുഗദർ. എയും സി എന്താണ്, ഒരുമിച്ചാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയും സി നമുക്ക് ഇവിടെ എഴുതി നോക്കാം. എ സിറ്റ് ടു ദ റൈറ്റ് ഓഫ് ബി. എ ബിയുടെ റൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടോ സി ഈസ് ഓൺ ദ സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ റൈറ്റ്. സി സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് എ വരിക. അത് കഴിഞ്ഞിട്ട് എ സിറ്റിംഗ് നെക്സ്റ്റ് ബി എന്ന് പറയുന്നുണ്ട്. ബിയുടെ പൊസിഷൻ ഇവിടെ വരത്തോളം എന്ന് മനസ്സിലായി. ഇനിയോ എ സിറ്റ് ദ റൈറ്റ് ഓഫ് ബി. അത് കഴിഞ്ഞിട്ട് സി ഈസ് ഓൺ ദ സെക്കൻഡ് പൊസിഷൻ ഫ്രം ദ റൈറ്റ്. എ ആൻഡ് സി ആർ ടുഗദർ, ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇ ഈസ് ഓൺ ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ബെഞ്ച്. ഇ ഈസ് ഓൺ ദ ലെഫ്റ്റ് എൻഡ്. അത് കഴിഞ്ഞിട്ട് ഡി ഈസ് നോട്ട് സിറ്റിംഗ് വിത്ത് ഇ. ഡി ഈസ് നോട്ട് സിറ്റിംഗ് വിത്ത് ഇ. ഡിയുടെ പൊസിഷൻ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി എന്താണ്, ഹു ഈസ് സിറ്റിംഗ് ടു ദ മിഡിൽ ഓഫ് ദ ബെഞ്ച്. മിഡിൽ ആരാണ് ഇരിക്കുന്നത്, എ ആണ് ഇരിക്കുന്നത്. അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഓഫ് ഫ്രം ദ ഓപ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഓപ്പണിങ്, ഈ ഒരു ആരോടെ ഈ ഒരു ഓപ്പണിങ്, ഇത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇവിടെ ബബിൾ ഉണ്ട്. ഇത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇവിടെ ബബിൾ ഉണ്ട്. ഇത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇവിടെ ബബിൾ ഉണ്ട്. പക്ഷെ ഇത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഇവിടെ ബബിള് ഓപ്പോസിറ്റ് സൈഡിലാണ്. സോ നമുക്ക് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കംപ്ലീറ്റ് ദ സീരീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 4 1 5 1 3, പിന്നെ 8 7 ആണ് 15, പിന്നെ 15 15 ആണ് 30. ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ ഡിഫറൻസ് 2 4 8 ആണല്ലോ, 8 ഇനി 16 ആണ്. ഇരട്ടിയാണ് പോകുന്നത്. ഡിഫറൻസ് ഇരട്ടി. 8ന്റെ ഇരട്ടി 16. അപ്പം 30ന്റെ ഇരട്ടി 16 46 വരും. ഇവിടെ 15 ആഡ് ചെയ്തു. ഓക്കെ, 15ന്റെ കൂടെ 16 ആഡ് ചെയ്യാം. 31. 30 31 61 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചത്. 15 65 വന്നു അല്ലെ. 15 ഇൻറ്റു എത്രയാണ് 65 എന്ന് പറയുന്നത്? ഒരു 5 5 3 5 15 3 5 15 13/3 ആണ്. 24 ഇൻറ്റു 13/3 ചെയ്യാം. 11 ഇൻറ്റു 8 13 ഇൻറ്റു 8 8 3 24 2 1 8 104 ആണ് വരുന്നത്. ഇവിടെ നമുക്ക്
നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 15 ബൈ 65. 15 ബൈ 65 ഈക്വൽ ടു 24 ബൈ എക്സ്. എക്സ് എന്ന് പറയുന്നത് 24 ഇൻറ്റു 65 ഡിവൈഡ് ബൈ 15 കിട്ടും. കിട്ടുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 104 വരുന്നത്. എത്രയാണ്? 104. സോ ഇവിടെ ഓപ്ഷൻ തെറ്റാണ്. നമുക്കിവിടെ 104 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് നമ്പർ വിൽ ബെസ്റ്റ് കംപ്ലീറ്റ് ദ റിലേഷൻഷിപ്പ് ഗിവൺ ബിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് എത്രന്റെ ക്യൂബാ? 7ന്റെ ക്യൂബാ. അപ്പൊ ഇവിടെ എത്രന്റെ ക്യൂബാ? ഇത് 9ന്റെ ക്യൂബാണ്. 9 ക്യൂബാണ് 729. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് ഇവിടെ KLM നാലാമത്തതാണ് അല്ലെ, +4. ഇവിടെയോ MNOPQ +2. ഇവിടെ WXYZ +4 ആണ്. K വരുമ്പോഴേക്കും IJK +2. ABCD +4 +2. അപ്പൊ +4 +2 രീതിയിലാണ് പോകുന്നത്. അപ്പൊ ABCD F കഴിഞ്ഞാൽ GHIJ J ആണ്. I കഴിഞ്ഞാൽ JK ആണ്. IJK ആണ്. JKK വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. U കഴിഞ്ഞാൽ VWXY ആണ്. അടുത്ത് ST. ഇപ്പൊ JKKYT വരുന്നുണ്ടോ? ഇല്ല. ഇക്വറസ്റ്റ് U കഴിഞ്ഞ് കഴിഞ്ഞാല് VWXY അല്ലേ? JKKYT വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് +4 +2 എന്നുള്ള രീതിയിലാണ് സീരീസ് പോകുന്നത്. FIGURE ആണ്. ABCD EF കഴിഞ്ഞാൽ GHIJ ആണ്. I കഴിഞ്ഞാൽ 2 +2 IJK വരും. ഇവിടെ G കഴിഞ്ഞാൽ +4 HIJK ആണ്. +OK വരും. U കഴിഞ്ഞാൽ VW വരും. +2 ആണല്ലോ. R കഴിഞ്ഞാൽ +4 STUV വരും. G വരും. അപ്പൊ JKKWVG ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ടെലിഫോണിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ NE നമ്മൾ തിരിച്ച് EN എന്നാക്കി. ഇതുപോലെ ടെലിയെ നമ്മൾ എന്തെഴുതും? ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി തിരിച്ചെഴുതി. ഫോൺ PHON എന്തെടുത്തു? PHOA OHP തിരിച്ചെഴുതി. അപ്പൊ എല്ലാം തിരിച്ചാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ ELET 4 അക്ഷരത്തെ എന്ത് ചെയ്തു? തിരിച്ചെഴുതി അല്ലെ? അപ്പം ആദ്യത്തെ 4 ALIGA GLILA എഴുതി. ഈ 2 ഓപ്ഷനിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഈ ലാസ്റ്റ് 2 അക്ഷരം OR RO എന്ന് എഴുതി. ഇവിടെ രണ്ടിടത്തും RO തന്നെയാണ്. ഈ ടാഗിൽ മാത്രം TAയിൽ മാത്രമാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് TAയും TU ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇവിടെ TE ആണ്, ഇവിടെ TA ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇത് ഈ 90879 ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഔട്ട് ഓഫ് ദ ഡിജിറ്റ് 90879 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ? 90879 ആണല്ലേ?
998770. 998770. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ കംപ്ലീറ്റ് സീരീസ് ഫില്ല് ചെയ്യാനാണ് 5 1 6 6 8 ഇവിടെയോ 27 14 ഒന്നാണ്. 45 14 നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 31 ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 184 45 139 ഇവിടെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അഞ്ച് ഇൻറ്റു 1 പ്ലസ് 1 6 കിട്ടും. അതുപോലെ 6 ഇൻറ്റു 2 പ്ലസ് 2 14 14 ഇൻറ്റു 3 പ്ലസ് 3 45 45 ഇൻറ്റു 4 പ്ലസ് 4 184 184 ഇൻറ്റു 5 പ്ലസ് 5 184 ഇൻറ്റു 5 5 4 20 2 8 5 42 42 4 1 5 925 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ഫ്രണ്ട്സ് PQR ഒരേ ലൊക്കാലിറ്റിയിലാണ്. ഹൗസ് ഓഫ് Q ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് പീസ്. പിയുടെ ഹൗസ് ഇവിടെയാണെങ്കിൽ ഈസ്റ്റ് ആയിട്ട് ക്യൂവിന്റെ ഹൗസ് ഉണ്ട്. ആർ ഹൗസ് ഇറ്റ് ദ സൗത്ത് ഓഫ് പീസ്. ആറിന്റെ ഹൗസ് ഇവിടെയാണ്. ആർസ് ഹൗസ് സൗത്ത് ഓഫ് പീസ് ഹൗസ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആർസ് ഹൗസ് വിത്ത് റെസ്പെക്ട് ടു ക്യൂസ് ഹൗസ്? എങ്ങനെയാണ്? സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് വരുന്നത്. മിസ്സിംഗ് ഗ്രൂപ്പ് ഓഫ് ആൽഫബറ്റ്സ് ഇൻ ദ ഫോളോയിങ് സീരീസ് കണ്ടുപിടിക്കാനാണ്. WC കഴിഞ്ഞ് CW എഴുതി. ഓക്കെ. OPQR +4 ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയോ IJKLM. ഇവിടെയോ +4 ഇവിടെ -6 +4 -6 W കഴിഞ്ഞ് +4 X Y Z A B C അല്ലേ? +6 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ C യും W തമ്മിൽ C B A Z Y X W. അപ്പൊ നമുക്ക് W C M R ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. C W M H ഈ ഒരു രീതിയിലാണ് ആ സീരീസ് പോയിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഡബ്ല്യുയും സിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ എമ്മും ആറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. സോ സിയും ഇതും തമ്മിലുള്ള വ്യത്യാസം 8ാമത്തെ ലെറ്റർ ആയിട്ടുള്ള H വരും. H വരുന്ന ഓപ്ഷൻ 1 ഉള്ളൂ. H വരുന്ന ഓപ്ഷൻ D ആണ്. D ആണ് ഓപ്ഷൻ H വരുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് വേറെ സെക്ഷനിലൂടെ നോക്കാം.